കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ്. ജിയോ ഫോണിന്റെ പ്രഖ്യാപനം നമ്മളെല്ലാവരും ഹൃദയപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. സോ അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. റിലയൻസ് ജിയോയുടെ ചെയർമാൻ മുകേഷ് അംബാനി ജിയോ ഫോൺ എന്ന 4G ഫീച്ചർ ഫോൺ നമുക്ക് 3 വർഷത്തിന് ശേഷം റീഫണ്ട് ചെയ്യാവുന്ന വെറും 1500 രൂപയ്ക്ക് നമ്മുടെ കൈകളിലേക്ക് തരുന്നു എന്നുള്ള വാർത്ത എല്ലാവരും ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. എങ്ങനെയൊക്കെയാണ് ഫോൺ വാങ്ങാൻ പറ്റുക, എന്തൊക്കെയാണ് കണ്ടീഷൻ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബുക്കിംഗ് ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷങ്ങളും കോടികളും കഴിഞ്ഞിട്ടുള്ള ബുക്കിംഗ് ആണ് ജിയോ ഫോണിന് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജിയോ ഫോണിനെ സംബന്ധിക്കുന്ന ചില പ്രത്യേക കണ്ടീഷൻസ്, മാനദണ്ഡങ്ങൾ ജിയോ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വർഷം തോറും 1500 രൂപ വീതം ജിയോ ഫോണിന് റീചാർജ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു വർഷം 1500, അങ്ങനെ 2-3 വർഷം ടോട്ടൽ 4500 രൂപ നമ്മൾ ജിയോ ഫോണിന് 3 വർഷം കൊണ്ട് റീചാർജ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കമ്പനി ഫോൺ തിരിച്ച് ആവശ്യപ്പെടും. അങ്ങനെ നിങ്ങൾ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ 1500 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അത് മാത്രമല്ല, ഒപ്പം GSTയും വേറെ എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ രണ്ടാമത്തെ കാര്യം റീഫണ്ടിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. റീഫണ്ടിങ്ങിന്റെ 2 കാര്യങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എന്തൊക്കെയാണ് റീഫണ്ട് ചെയ്യുമ്പോൾ വേണ്ട മൊബൈലിന്റെ കണ്ടീഷൻ, അങ്ങനെയുള്ള കുറച്ച് റൂൾസും. രണ്ടാമത്തേത്, ഓരോ സമയത്തും ഈ 3 വർഷത്തിൽ നിങ്ങൾ എപ്പോഴാണോ റീഫണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ടിലും ചേഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം പേയ്മെന്റ് റീഫണ്ടബിലിറ്റി ചെയ്യുന്നതിന്റെ ആ പേയ്മെന്റിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഒരു വർഷത്തിന്റെ ഉള്ളിൽ മൊബൈൽ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു തരില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫോൺ തിരിച്ചു കൊടുക്കാം, പക്ഷെ 1 ഇയറിന്റെ ഉള്ളിൽ കൊടുത്താലേ കിട്ടില്ല. ഇനി 12 മാസം, അതായത് ഒരു വർഷത്തിന് ശേഷം 12 മാസത്തിന്റെയും 24 മാസത്തിന്റെയും ഇടയ്ക്കാണ് നിങ്ങൾ ഫോൺ തിരിച്ച് നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ അവർ എടുത്തതിന് ശേഷം വെറും 500 രൂപയാണ് റീഫണ്ട് ചെയ്തിട്ട് തരിക. ഇനി 24 മാസത്തിന് ശേഷം നിങ്ങൾ 36 മാസത്തിനുള്ളിൽ എപ്പോൾ കൊടുക്കണോ അപ്പോൾ നിങ്ങൾക്ക് 500 രൂപ അവർ കട്ട് ചെയ്തിട്ട് 1000 രൂപയെ റീഫണ്ട് ചെയ്ത് തരുള്ളൂ. ഇനി 3 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അതേപോലെ തന്നെ തിരിച്ചു തരും. 1500 രൂപയുടെ കൂടെ വേറെ ഇൻട്രസ്റ്റോ അങ്ങനെയൊന്നും വരില്ല. ആ എമൗണ്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തുന്നത്. ഇനി നിങ്ങൾ റീഫണ്ട് ചെയ്യുന്നത് 3 വർഷത്തിന് ശേഷമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾ 1500 രൂപ വെച്ചിട്ട് ഓരോ വർഷവും ചെയ്യുന്ന റീചാർജ് നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ കൊല്ലം 1500, രണ്ടാമത്തെ കൊല്ലം 1500, മൂന്നാമത്തെ കൊല്ലം 1500, അങ്ങനെ 4500 രൂപ നിങ്ങളുടെ ഫോണിന് വേണ്ടി റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫോൺ റീഫണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള അവകാശം കമ്പനി തരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി റീഫണ്ട് ചെയ്യുമ്പോൾ മൊബൈലിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഫോൺ കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ തിരിച്ചു നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ അകത്തുള്ള സിം നിങ്ങൾ ഊരിയെടുക്കണം. അത് നമ്മൾ പൊതുവെ ഫോൺ കൈമാറുന്ന സമയത്ത് ചെയ്യുന്നത് തന്നെയാണ്. സിം ഊരിയെടുത്തിരിക്കണം. രണ്ടാമത്തേത്, നിങ്ങളുടെ ഒരു തരത്തിലുള്ള പേഴ്സണൽ ഡാറ്റയും ഫോൺ തിരിച്ചു നൽകുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെ എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിൽ പാക്കേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതേ ആ ഒരു പാക്കേജിൽ, അതായത് അതിനൊരു കേടുപാടും ഇല്ലാണ്ട് വർക്ക് കണ്ടീഷനിൽ തന്നെ ഫോൺ തിരിച്ചു കൊടുത്താൽ മാത്രമേ 1500 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടൂ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജിയോ ഫോൺ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജിയോ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജിയോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ വിചാരിക്കുന്നത് പണിയായോ എന്നുള്ളതാണ്. അപ്പം പക്ഷേ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതിൽ എനിക്ക് ഇനിയും ഒരു സംശയമുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ, ന്യൂസുകൾ ഇനി അവർ പുറത്തു വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ഫോൺ ഇപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. സോ ജിയോ ഫോൺ യൂസേഴ്സ്, റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിയ ആൾക്കാരെല്ലാം സൂക്ഷിച്ച് യൂസ് ചെയ്യാം. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ജിയോ ഫോൺ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജിയോയുടെ ന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
കൂടുതൽ ടെക് വിശേഷങ്ങൾ, മൊബൈൽ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ